കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ അംബിക മുരളീധരൻ ബജറ്റ് അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീമിന്റെ അധ്യക്ഷതയിലാണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. യോഗത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ അംബിക മുരളീധരൻ ബജറ്റ് അവതരണം നടത്തി. 2025 സാമ്പത്തിക വർഷം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ തുടക്കം കുറിച്ചതിന്റെ പൂർത്തീകരണത്തിനായി ഭവന നിർമ്മാണത്തിന് കഴിഞ്ഞ വർഷം വകയിരുത്തിനേക്കാൾ 3 ഇരട്ടിയോളം തുക, അതോടൊപ്പം തന്നെ കാർഷിക ക്ഷീരമേഖലകൾ, ജലസംരക്ഷണം, ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, സാമ്പത്തിക ഉന്നമനം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ദുരന്ത നിവാരണ പ്രവർത്തികൾ, സ്ത്രീ ശാക്തീകരണം, ഭിന്നശേഷിക്കാരും വയോജനങ്ങളും കുട്ടികൾക്കുമുള്ള പദ്ധതികൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ അടക്കം എല്ലാ മേഖലയിലും വികസനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 6 പഞ്ചായത്തിലും വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മുടെ കോടനാട് അഭയാരണ്യം, അതുപോലെ തന്നെ പാണിയേലി പോര് അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരും നമ്മളെല്ലാ മേഖലകളിലും കൈതൊട്ടുകൊണ്ട് നമ്മുടെ വേങ്ങൂർ ആശുപത്രി നമ്മുടെ കീഴിലാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഘടകങ്ങളിൽ പെട്ടിട്ടുണ്ട്. 16.5 കോടി രൂപയുടെ വരവും 16.4 കോടി രൂപ ചിലവും 10 ലക്ഷം രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്നതുമാണ് ഇത്തവണത്തെ ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളുടെയും വികസനം ലക്ഷ്യം വെച്ചുള്ള ബജറ്റിൽ കൃഷി, ക്ഷീരവികസനം, ഭവന പദ്ധതി, ജലസംരക്ഷണം, ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, അംഗനവാടികളുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.